ചാൾസ് മൂന്നാമൻ രാജാവ് റോമിലേക്ക് എത്തുന്നു, മാർപ്പാപ്പയെ സന്ദർശിക്കുന്നു. അതായത് ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഒരു ചരിത്രമാണ്. കൂടാതെ അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പക്ഷേ ഇത് രാജ്യത്ത് ചാൾസിനെതിരെ വലിയ കലാപമായി മാറുന്നു. അതെങ്ങനെയാണ്? അതായത് ചാൾസ് രാജാവ് സ്ഥാനത്യാഗം ചെയ്യണം. അബ്ഡിക്കേഷൻ എന്ന് പറയുമല്ലോ, സ്ഥാനത്യാഗം. പണ്ട് കൊച്ചിയിലൊരു രാജാവും സ്ഥാനത്യാഗം ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഓഫീസർമാർക്ക് അദ്ദേഹം വിരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ, ബ്രിട്ടീഷുകാരാണല്ലോ മേൽനോട്ടം ഭരണം ഒക്കെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് 1914 സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഈ മാർപ്പാപ്പയെ വെറുതെ കാണുന്നത് ഒരു നയതന്ത്ര ബന്ധം അല്ലേ? അതെ. കാരണം ചാൾസ് രാജാവ് ഒരു രാജ്യത്തിന്റെ തലവൻ, മാർപ്പാപ്പ വത്തിക്കാന്റെ, അതൊരു ചെറിയ രാജ്യമാണല്ലോ, അവിടുത്തെ തലവൻ. 2 രാഷ്ട്രത്തലവന്മാർ കണ്ടുവന്നേ വരുള്ളൂ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 1534 ഹെൻറി 8 കാലത്ത് വേർപിരിഞ്ഞതാ ഈ കത്തോലിക്കരുമായിട്ട് ബന്ധം. 1534 ശേഷം ചാൾസ് രാജാവ് മാർപ്പാപ്പയുടെ കൂടെ പ്രാർത്ഥിച്ചു. അതാണ്, വെറുതെ കണ്ട് കുശലം പറഞ്ഞ് ഇവിടെ വെയിലുണ്ടോ അവിടെ മഴയുണ്ടോ അതല്ല, കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് 1534 ശേഷം നടക്കും. കിരീടധാരണ സമയത്തെ പ്രതിജ്ഞ ചാൾസ് ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഇൻഡിപെൻഡന്റ് ലോയൽ ഓറഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടസ്റ്റന്റുകാരുടെ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനത്യാഗനം ചെയ്യണം. കിരീടധാരണ സമയത്ത് ചാൾസ് രാജാവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രൊട്ടസ്റ്റന്റ് മതത്തിനെ സംരക്ഷിച്ചോളാം എന്നാണ്. ചാൾസ് 2 രാജാവിൻ്റെ കാലത്ത് പണ്ട് 17-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റാന്റിസം അല്ലേ, അതെ, ഔദ്യോഗിക മതമായി തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ കൂടെ പോയി പ്രാർത്ഥിക്കുക. കത്തോലിക്കരുടെ നേതാവാണ് മാർപ്പാപ്പ. കത്തോലിക്ക മതമല്ല ഔദ്യോഗിക മതം, പ്രൊട്ടസ്റ്റന്റ് മതം. കത്തോലിക്ക മതത്തിൽ നിന്ന് വിഘടിച്ചു പോയ പ്രൊട്ടസ്റ്റന്റ് മതം ആണ്. അത് ഹെൻറി 8 കാലത്ത് മാർപ്പാപ്പയെ വെല്ലുവിളിച്ചതാണ്. ഹെൻറി 8 ഒരു വിവാഹ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു, താൻ പോയി വേറെ പണി നോക്കുന്ന ഹെൻറി 8 പറഞ്ഞ് അന്ന് ബന്ധം വേർപിരിഞ്ഞാണ്. അപ്പം അങ്ങനെ മാർപ്പാപ്പയുടെ കൂടെ പോയി ചാൾസ് രാജാമൻ ഒക്ടോബർ 23 ആണ് പ്രാർത്ഥിച്ചത്. അതാണ് കോലാഹലമായിരിക്കുന്നത്. കിരീടധാരണ സമയത്തെ വാക്ക് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓറഞ്ച് ഓർഡർ, ഈ പ്രൊട്ടസ്റ്റന്റുകൾ അല്ലേ, കോലാഹലം ഉയർത്തുന്നു. ദ ഓറഞ്ച് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ മാസികയിൽ ലേഖനം വന്നിരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകളുടെ മാസികയിൽ ചാൾസ് രാജാവിനെതിരെ ലേഖനം വന്നിരിക്കുന്നു. ഈ ഓർഡറിൻ്റെ ഓറഞ്ച് അതിൻ്റെ 3 നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. അയർലൻഡിൽ എഡ്വേർഡ് സ്റ്റീവൻസൺ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ടോം എഡ്വേർഡ്, സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ആൻഡ്രൂ മുറെ, 3 പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ ചാൾസ് രാജാവിനെതിരെ രംഗത്ത് വന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളെ പ്രൊട്ടസ്റ്റന്റ് കുടുംബങ്ങളെ അങ്ങ് നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. റിഫർമേഷൻ എന്ന് പറയും പണ്ട് അല്ലേ, മറ്റേ മാർട്ടിൻ ലൂതറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ നടന്ന സമരത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടതാണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം. അതിനെ ചാൾസ് രാജാവ് നിരാശയിലാഴ്ത്തിയിരിക്കുന്നു എന്നാണ് വാദം. 1534 ഹെൻറി 8 കത്തോലിക്ക സഭയുമായി ബന്ധം വേർപിരിഞ്ഞ ശേഷം ഇത് ഊട്ടിയുറപ്പിക്കാൻ എന്തിനെ ചാൾസ് രാജാവ് ശ്രമിക്കുന്നു, എന്തിന് മാർപ്പാപ്പയുടെ കൂടെ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ 3 മാർപ്പാപ്പമാരുമായിട്ട് ചാൾസ്
ഇതുവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ തെറ്റില്ല. ഒന്നിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഇത്തവണ. സാക്രിലേജ് എന്നൊക്കെ പറയുമല്ലോ, ആ അവസ്ഥയിലെത്തി. അപ്പോ സംയുക്ത പ്രാർത്ഥന അവരുമായിട്ടൊന്നും ചാൾസ് നടത്തിയിരുന്നില്ല ഇതിനു മുമ്പ്. ഇപ്പോഴാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മതം സംരക്ഷിക്കുമെന്ന് കിരീടധാരണ സമയത്ത് പറഞ്ഞതിന് പകരം മറ്റ് മതങ്ങളുമായി പങ്കാളിത്തത്തിന് ചാൾസ് ശ്രമിക്കുന്നു എന്നാണ് പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ ആരോപിക്കുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് 1689, പിന്നെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1701, ഇതിലൊക്കെ രാജാവ് പ്രൊട്ടസ്റ്റന്റ് മതത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചട്ടങ്ങൾ തന്നെയുണ്ട്, അതാണ് ലംഘിച്ചിരിക്കുന്നത്. പിന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെയാണ് സംരക്ഷിക്കുക. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് പ്രൊട്ടസ്റ്റന്റ് അല്ലേ? കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് മാർപ്പാപ്പയുടെ സ്ഥാനത്ത് പ്രൊട്ടസ്റ്റന്റുകൾക്കുള്ളത്. ലണ്ടനിൽ തന്നെ അല്ലേ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഉണ്ട്. മാർപ്പാപ്പയല്ല വണങ്ങേണ്ടത്, കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് മറ്റേ കിരീടധാരണ സമയത്ത് കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും സുപ്രീം ഗവർണർ ആണ് ചാൾസ്. എന്നിട്ടാണ് പോയി മാർപ്പാപ്പയുടെ കൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കത്തോലിക്കനായാൽ രാജാവിൻ്റെ കിരീടം പോവും എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ ചേർന്നാൽ കിരീടം പോകും എന്ന്. വെറുതെ പോയി കാണുന്നതൊക്കെ നയതന്ത്രമാണ് രണ്ട് രാഷ്ട്രത്തലവന്മാര്. അപ്പോൾ ആംഗ്ലിക്കൻ കാത്തലിക് സഭകൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ആംഗ്ലിക്കൻ സഭയാണ് ചാൾസ് രാജാവിൻ്റെ സഭ, അവിടെ പ്രൊട്ടസ്റ്റന്റ് സഭ. ഒക്ടോബർ 23 പോപ്പ് ലിയോ 14 ഒത്ത് പ്രാർത്ഥിച്ചത് സിസ്റ്റൈൻ ചാപ്പലിൽ. അപ്പോൾ ചാൾസും ഭാര്യ കാമിലയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ 2025 ഏപ്രിലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് മുമ്പ് കണ്ടിരുന്നു. എലിസബത്ത് രാജ്ഞി പല പോപ്പുമാരെയും കണ്ടിട്ടുണ്ട്, ചാൾസിൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്. 2013 ഈ സക്സഷൻ ടു ക്രൗൺ ആക്ട് ഭേദഗതി ചെയ്തിരുന്നു. അവിടെ പിൻഗാമിത്വ നിയമം ഭേദഗതി ചെയ്തിരുന്നു. 2013 സക്സഷൻ ടു ക്രൗൺ ആക്ട് ഭേദഗതി ചെയ്തിരുന്നു. അതനുസരിച്ചിട്ട് ഈ രാജകുടുംബത്തിലെ ആർക്കെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്ന് വിവാഹം ചെയ്യാൻ വിരോധമൊന്നുമില്ല, പക്ഷെ പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കണം. മറ്റേ മതം മാറ്റമൊന്നും പറ്റില്ല. ഒരു വിവാഹം ബന്ധമൊക്കെ ആകാം. കത്തോലിക്ക സഭയിൽ നിന്ന് രാജകുടുംബാംഗത്തിന് വിവാഹം ചെയ്യാം. അത്രയും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചാൾസിന് ഇപ്പോൾ 76 വയസ്സായി. സഹോദരൻ പ്രിൻസ് ആൻഡ്രൂ മറ്റേ ജെഫ്രി എപ്സ്റ്റീൻ വിവാദത്തിൽ പെട്ടിരുന്നല്ലോ, എപ്സ്റ്റീൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറഞ്ഞ സ്ഥാനം പോയിരുന്നു മറ്റേ ആൻഡ്രൂവിന്. പോപ്പിനെ കണ്ടപ്പോൾ, മാർപ്പാപ്പയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാൾസ് വത്തിക്കാനിൽ പറഞ്ഞിരുന്നു, ക്യാമറകളൊക്കെ നിരന്തര ശല്യമാണ് എന്ന് പറഞ്ഞിരുന്നു. കുറെ ക്യാമറകൾ ഇത് എടുക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ശീലമാണല്ലോ എന്ന് മാർപ്പാപ്പയും പറഞ്ഞിരുന്നു ചാൾസിനോട്. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വിൻസർ കാസിൽ ലണ്ടനിൽ നിന്നുള്ള കൊയർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൊയർ അവിടെ നിന്നുള്ളത്, ലണ്ടനിൽ നിന്നുള്ളത് ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്, സംയുക്ത പ്രാർത്ഥനയ്ക്ക്. പിന്നെ ഈ നോർത്തേൺ അയർലൻഡിലെ പുരോഹിതൻ കൈൽ പെയ്സ്ലി, ഒരു പുരോഹിതനും പ്രൊട്ടസ്റ്റന്റ്, ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാൾസ് ഈ രാജാവ് സ്ഥാനം ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൻ പ്രതിജ്ഞ ലംഘിച്ചു എന്ന് രാജാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ലോയൽ ഓറഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഈ ബ്രിട്ടനിൽ നോർത്തേൺ അയർലൻഡിനെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ഇൻഡിപെൻഡൻറ്റ് ലോയൽ ഓറഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് സംഘടനയാണ്. എന്തായാലും ഒരു കുഴപ്പം ആണ് ചാൾസ് വരുത്തി വെച്ചിരിക്കുന്നത്. അതെന്തിനാണ് എന്നുള്ളതിനെ പറ്റി പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒരു പിടിപാടുമില്ല.
അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് കിട്ടും, പ്രാർത്ഥിക്കാൻ ചാൾസിനോട് ആര് പറഞ്ഞു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയും പലതരം തന്ത്രിമാർ കാണുമായിരിക്കും ഉപദേശിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.